യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷകളിലേക്ക് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 14-ാം തിരുലിഖിതം. ഞാൻ അവരുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കും. പുനഃസ്ഥാപിക്കുന്ന കർത്താവ്. ഞാൻ അവരുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കും. നല്ല സ്ഥിതി പുനഃസ്ഥാപിക്കുന്ന ദൈവം. കഴിഞ്ഞ കാലങ്ങളിൽ സഹിയോൻ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വചനം കേൾക്കുകയും ചെയ്തപ്പോൾ തകർന്ന കുടുംബങ്ങളുടെ സുസ്ഥിതി പുനഃസ്ഥാപിച്ച കർത്താവിന്റെ മഹാത്ഭുതങ്ങൾ കാണാൻ ഈ കണ്ണുകൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ജാൻസി ഷാജി കാവുംപുറത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ 2006 ഡിസംബറിൽ സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടിയ കുടുംബമാണ്. എന്റെ ഭർത്താവ് ചെറുപ്പം മുതലേ മദ്യത്തിനും പുകവലിക്കും ലഹരിക്കും അടിമപ്പെട്ട് തകർന്നൊരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങനെ തകർച്ചയുടെ മൂർധന്യത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വചനം കേൾക്കാൻ വരികയും അവിടെ രക്ഷിതാവായ യേശുക്രിസ്തുവിനെ വിളിക്കുകയും ചെയ്തു. തകർച്ചയിൽ നിന്ന് സുസ്ഥിതിയിലേക്ക് നയിക്കുന്ന കർത്താവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ഹൃദയം നുറുങ്ങി വിളിച്ചപേക്ഷിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ചെറുപ്പം മുതൽ എന്റെ ഭർത്താവിനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന മദ്യപാനവും പുകവലിയും അദ്ദേഹത്തിൽ നിന്ന് പരിപൂർണമായി വിട്ടുപോയി. മദ്യപാനം മൂലം ആരോഗ്യക്കുറവും ഓർമ്മക്കുറവും പണിയെടുക്കാൻ താല്പര്യമില്ലായ്മയും കുടുംബ പ്രശ്ന ദേഷ്യവും ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നു. ദൈവം ഞങ്ങളെ ഇന്ന് സമൃദ്ധിയിൽ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദൈവത്തിന് 1000 സ്തുതി. ഹല്ലേലൂയ. തകർച്ചയിൽ നിന്ന് അവരുടെ ഐശ്വര്യത്തെ പുനഃസ്ഥാപിച്ചു നൽകിയ കർത്താവിന്റെ ഇടപെടലിനെ കുറിച്ച് ജാൻസി ഷാജി കാവുംപുറത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്. 2-3 വർഷം അവർ നോക്കി. ഇന്ന് വരെ വീണ്ടും ഒരിക്കൽ പോലും കുടിക്കാനോ പുകവലിക്കാനോ ഇടവരാത്ത വിധം കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. അവിടുന്ന് അങ്ങോട്ട് ഐശ്വര്യത്തിലേക്കുള്ള യാത്രയായിരുന്നു. അതാണ് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 29:14 നമ്മൾ വായിച്ചത്. ഞാൻ അവരുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കും. ഇത് സകല ജനത്തിനു വേണ്ടിയുള്ള ഒരു വാഗ്ദത്തമാണ്. എനിക്കും നിങ്ങൾക്കും സ്വന്തമായി എടുക്കാവുന്ന ഒരു വാഗ്ദത്തമാണ്. മകനെ, മകളെ, നീ ഇത് വിശ്വസിക്കുന്നുവോ? എങ്കിലിപ്പോൾ 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് ഉറക്കക്ഷീണം, മന്ദത, താല്പര്യമില്ലായ്മ, ഭയങ്കരമായ മരവിപ്പ്, ആത്മീയ കാര്യങ്ങളോട് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ദൈവമായ കർത്താവിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ ഉണ്ടാകണം. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാനുഭവം നിറയണം. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയങ്ങളിൽ നിന്ന് ദുഷ്ടാരൂപികൾ കൂട്ടത്തോടെ ഓടി മറയണം. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാത്താൻ കൂട്ടങ്ങൾ കുടുംബത്തിൽ നിന്ന് അലറിക്കൊണ്ട് ഓടിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതങ്ങളിൽ ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ശ്രേഷ്ഠ വാഗ്ദാനമാണ് ഞാൻ അവരുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. സഭാപ്രസംഗത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 15-ാം ലിഖിതത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണെന്ന് വായിക്കുന്നത്. അവിടുന്ന് കടന്നുപോയ ഓരോന്നിനെയും യഥാകാലം അവിടുന്ന് തിരികെ കൊണ്ടുവരും. കടന്നുപോയ ഓരോന്നിനെയും യഥാകാലം അവിടുന്ന് തിരികെ കൊണ്ടുവരും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല ശ്രദ്ധക്കുറവുകൾ നിമിത്തം, അശ്രദ്ധ നിമിത്തം തകർച്ചകളിൽ നിന്ന് തകർച്ചകളിലേക്ക് നമ്മുടെ കുടുംബം പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് അങ്ങേറ്റം തകർന്നു കിടക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ, മകനെ, മകളെ, നീ ഭയപ്പെടണ്ട. ഈ തകർച്ചയുടെ അടിത്തട്ടിൽ നിന്ന് നിന്നെ വീണ്ടും ആദ്യത്തേതുപോലെ നല്ല സ്ഥിതിയിലേക്ക് ഉയർത്തുന്ന ഒരു കർത്താവ് ബൈബിളിൽ ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുലിഖിതത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്ത് വരാനും ഞാൻ പറഞ്ഞു. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽപ്പുറങ്ങളായിരിക്കും. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽപ്പുറങ്ങളായിരിക്കും. അന്ധകാരത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരോട് പുറത്തു വരാൻ ഞാൻ കൽപ്പിച്ചു. കൽപ്പിക്കുന്ന കർത്താവ് ബൈബിളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദിമ ജനതയെ ഒന്ന് ഓർത്തു നോക്കുക. പുറപ്പാടിന്റെ കാലഘട്ടത്തിൽ അന്ധകാരത്തിലും പാപത്തിലും തകർന്നു പോയ ഒരു ജനത ദൈവമായ കർത്താവിന്റെ പദ്ധതിയെ തിരസ്കരിച്ചപ്പോൾ ഈജിപ്തിന്റെ അടിമത്തത്തിൽ തകർന്നു. ഈജിപ്തിന്റെ കരാള ഹസ്തത്തിൽ അമർന്നു. അങ്ങനെ 400 വർഷത്തോളം അടിമത്തം അനുഭവിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നവനായ കർത്താവ് ഇറങ്ങി വന്നു. അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് പുറത്തു വരിക എന്ന് കൽപ്പിക്കുന്നവൻ 400 വർഷത്തെ അടിമത്തത്തിന്റെ അന്ധകാരം അനുഭവിച്ചിരുന്ന, കയ്പുനീർ അനുഭവിച്ച ആ ജനതയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി അവരെ തേനും പാലും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവർ വിടുതൽ പ്രാപിച്ച് ദൈവസന്നിധിയിൽ ആനന്ദിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും അവര് തേനും പാലും ഒഴുകുന്ന കാനാൻ നാട്ടിൽ വന്ന് ഐശ്വര്യത്തിൽ മതിമറന്നപ്പോൾ വീണ്ടും ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വഴികളെ അവഗണിച്ച് താന്തോന്നിത്വത്തിൽ സ്വേച്ഛപ്രകാരം ജീവിച്ച് വീണ്ടും അവർ ബാബിലോൺ അടിമത്തത്തിലേക്ക് പോകുന്നുണ്ട്. ബാബിലോൺ രാജാവ് നെബൂഖദ്നേസറിന്റെ കരാള ഹസ്തത്തിൽ അവർ വീണ്ടും അമർന്നു. അവർ വീണ്ടും തകർന്നു. അവർ ഇനി ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്തവണ്ണം അവർ ദുഃഖിതരായി. അങ്ങനെ അവർ അടിമത്തത്തിന് നാട്ടിലിരുന്ന് കണ്ണുനീരൊഴുക്കിയപ്പോൾ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് കൽപ്പിക്കുന്നവന ദൈവം ആ തകർച്ച അനുഭവിച്ച്, ദുരിതം അനുഭവിച്ച്, കണ്ണുനീരിൽ കുതിർന്ന ജനത്തിന്റെ മധ്യത്തിലേക്ക് വീണ്ടും ഇറങ്ങി. അവരെ വീണ്ടും ദൈവം ഒരിക്കൽ കൂടെ സ്വാതന്ത്ര്യത്തിന്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ, ഉയർച്ചയുടെ, ദൈവിക അനുഭവത്തിന്റെ പുത്തൻ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുവന്നു. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 52 അധ്യായം 12 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാചകൻ നോക്കുമ്പോൾ, കുന്നിൻ മുകളിൽ നോക്കുമ്പോൾ, ഇതാ ദൈവജനം അലമാലകൾ പോലെ കൂട്ടം കൂട്ടമായി, നമ്മൾ വേനൽക്കാലത്ത് കാണുന്ന ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾ പോലെ കൂട്ടം കൂട്ടമായി താഴ്വരകളിലൂടെ വരുന്നൊരു കാഴ്ച പ്രവാചകൻ കാണുകയാണ്. അത് കണ്ട് പ്രവാചകൻ വിളിച്ചു പറയുന്ന വചനമാണ് യെശയ്യാ 52:12. തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട. ഇസ്രായേലിന്റെ ദൈവം നിങ്ങളുടെ മുമ്പിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. മുമ്പിലും പുറകിലും മുകളിലും ഈ വശങ്ങളിലും നിന്ന് ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക്, ജനത്തെ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന ഒരു കർത്താവ്. നഷ്ടപ്പെട്ട ഐശ്വര്യം പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടി മുമ്പിലും പുറകിലും മുകളിലും വശങ്ങളിൽ നിന്ന് ജനത്തെ നയിക്കുന്ന ഒരു ദൈവം. അതാണ് യെശയ്യാ 52:12. തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജനം ബാബിലോൺ അടിമത്തത്തിൽ തകർന്നപ്പോൾ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നവനായ കർത്താവ് കടന്നു വന്നു. ബൈബിളിൽ കാണുന്ന വലിയൊരു രഹസ്യമാണത്. ഈ ഒരു വിശ്വാസം പൂർവ്വപിതാവായ ജോസഫിന്റെ മനസ്സിൽ പൂവിട്ടിരുന്നു. അതുകൊണ്ട് അടിമത്തത്തിൽ ഈജിപ്തിൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത്, ഈജിപ്തിൽ ഫറവോയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈജിപ്തിൽ മരിക്കുമ്പോൾ അദ്ദേഹം സമൃദ്ധിയിലാണ് മരിക്കുന്നതെങ്കിലും ഈ ജനം ദൈവത്തെ ഉപേക്ഷിച്ച് പാപത്തിൽ മുഴുകുമ്പോൾ അടിമത്തം സംഭവിക്കുമെന്നും, എന്നാൽ ദൈവം ഇടപെട്ട് ഈ ജനത്തെ ഒരിക്കൽ കൂടെ ഐശ്വര്യം പുനഃസ്ഥാപിച്ച്, സുസ്ഥിതി പുനഃസ്ഥാപിച്ച് ആദ്യത്തെ അവസ്ഥയിൽ കൊണ്ടുപോകുമെന്നും ആത്മീയ ജ്ഞാനമുണ്ടായിരുന്ന പൂർവ്വപിതാവായ ജോസഫ് പറയുന്നൊരു വചനം, പറയുന്നൊരു ആത്മീയ ബോധ്യം ഹെബ്രായ ലേഖനം 11 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹെബ്രായ ലേഖനം 11:22. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ജോസഫ് മരിക്കുമ്പോൾ വിശ്വാസം മൂലം ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്റെ അസ്ഥികൾ എന്തു ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തു. മരിക്കുന്ന സമയത്ത് ജോസഫ് തന്റെ കൂടപ്പിറപ്പുകളോട് പറയുകയാണ്, തന്റെ മക്കളോട് പറയുകയാണ്, ഈ നാട്ടിൽ നിന്ന് ദൈവം ഐശ്വര്യം പുനഃസ്ഥാപിച്ച് ആദ്യത്തെ അവസ്ഥയിലേക്ക് വിശുദ്ധ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ
നിങ്ങൾ പോകുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ എന്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോകണമെന്ന് ജോസഫ് തന്റെ മക്കളോട് പറഞ്ഞു. അവരെ കൊണ്ട് വാക്ക് ചെയ്യിപ്പിച്ച് എന്റെ അസ്ഥികൾ കൊണ്ട് കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. കാരണം ജോസഫിന്റെ ഉള്ളിൽ ദൈവിക ബോധ്യമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയല്ല, ഈജിപ്തിലല്ല, ദൈവത്തിന്റെ നാട്ടിൽ, വിശുദ്ധ നാട്ടിൽ, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ ഈ ജനത്തെ ദൈവം പുനഃസ്ഥാപിക്കും എന്ന് ജോസഫിന് ഉള്ളിൽ ബോധ്യമുണ്ടായിരുന്നു. ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ തളം കെട്ടി നിൽക്കേണ്ട ബോധ്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥ സ്ഥിരമല്ല. ഇതിൽ നിന്ന് ദൈവം ആദ്യത്തെ അവസ്ഥയിലേക്ക്, നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഒരുപക്ഷെ ഇന്ന് കടബാധ്യത നടുവിൽ കിടക്കുന്ന ഒരു സാഹചര്യമാകാം, ഇന്ന് രോഗത്തിന് നടുവിൽ കിടക്കുന്ന അവസ്ഥയാകാം, ഇന്ന് തെറ്റിദ്ധാരണയുടെ നടുവിൽ കിടക്കുന്ന സ്ഥിതിയാകാം, ഇന്ന് ആരുപോലും ഇല്ലാത്തൊരു സ്ഥിതിയാകാം, ഇന്ന് എല്ലാവരും വെറുക്കപ്പെട്ടൊരു സ്ഥിതിയാകാം. നമ്മുടെ കഴിവ് കൊണ്ട് മാറ്റം വന്നു എന്നിരിക്കില്ല. എന്നാൽ ദൈവം ഈ അവസ്ഥയിൽ നിന്ന് എന്നെയും നിങ്ങളെയും ഐശ്വര്യം പുനഃസ്ഥാപിച്ച്, ആദ്യത്തെ അവസ്ഥ പുനഃസ്ഥാപിച്ച് ആദ്യത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതിനുവേണ്ടി ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ദൈവമക്കൾക്ക് നൽകുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്. ജെറമിയ 15:19, നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കും. നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മൾ മനസ്സിലാക്കണം, ഈ തകർച്ച ആരംഭിച്ചത്, കാല് ഇടറാൻ തുടങ്ങിയത്, പാളിച്ചകൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ചത് ദൈവത്തിന്റെ വഴിവിട്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച്, സ്വന്തം വഴികളെയും സ്വന്തം ഇച്ഛകളെയും അനുധാവനം ചെയ്തപ്പോഴല്ലേ? എല്ലാ വീഴ്ചയുടെയും തൊട്ടുമുമ്പിൽ അഹങ്കാരത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ജെറമിയ 15:19, നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചു നടക്കണം. ഒന്ന് എളിമപ്പെട്ടാൽ, ഒന്ന് മനസ്സ് തുറന്നാൽ, ഒന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ആദ്യത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. പഴയ നിയമത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തിലെല്ലാം കാണുന്നൊരു കാര്യമുണ്ട്. അപ്രതീക്ഷിതമായി ഒരുപാട് കണ്ണുനീര് വരുമ്പോൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരാദ്യം ചെയ്തിരുന്നത് ദൈവസന്നിധിയിൽ വന്ന കുറവുകളെ കണ്ടെത്തി അനുതപിക്കുക എന്നുള്ളതായിരുന്നു. അനുതപിക്കുമ്പോൾ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നവനാണ് കർത്താവ്. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ ഒരുപാട് തകർച്ചയുടെ പിടിയിൽ കിടക്കുന്നവര്, ഒരുപാട് കുഴഞ്ഞ പ്രശ്നത്തിൽ കടന്ന് നീറുന്നവര്, ഒരുപാട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നവര്, ഇനി തല ഉയർത്താൻ പറ്റാത്ത വണ്ണം എല്ലാ വാതിലും അടയ്ക്കപ്പെട്ടിരിക്കുന്നവര്, എങ്ങോട്ടും തിരിയാൻ നിവൃത്തിയില്ലാത്തവര്, എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെട്ടിരിക്കുന്നവര്, ഇനി എനിക്ക് മുമ്പോട്ട് ജീവിതം ഇല്ല എന്ന് ചിന്തിച്ച് ആത്മഹത്യയെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവര്, ഓ ദൈവമേ, ഒരു 100,000 അവസ്ഥയിലിരുന്ന് വേദനിക്കുന്ന ഹൃദയങ്ങളെ ഇപ്പോൾ അവിടുന്ന് കാണണമേ കർത്താവേ. അവിടുന്ന് പുനഃസ്ഥാപിക്കുന്ന ദൈവമാണെന്ന്, അവിടുന്ന് കടന്നുപോയ ഓരോന്നിനെയും തിരികെ കൊണ്ടുവരുന്ന കർത്താവാണെന്ന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ ബോധ്യം നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ ഭാരപ്പെടുത്തി തകർത്തുകൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മാവെ, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ആത്മഹത്യ ചിന്ത, നിരാശ, കുറ്റബോധം, ഭാരം, വിഷമം, സങ്കടം യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. Praise the Lord. Hallelujah. Hallelujah, Maranatha. Come, Lord Jesus. ദിവ്യകാരുണ്യനാഥനാം ദൈവമേ, ദിവ്യകാരുണ്യാമൃതം നീ ചൊരിയൂ. ദിവ്യസൂര്യനാമേശുവേ രക്ഷക, ദിവ്യസ്നേഹാഗ്നിജ്വാലയായി നീ നിറയൂ. ദിവ്യകാരുണ്യനാഥനാം ദൈവമേ, ദിവ്യകാരുണ്യാമൃതം നീ ചൊരിയൂ.
ദിവ്യസൂര്യനാമേശുവേ രക്ഷക ദിവ്യസ്നേഹാഗ്നിജ്വാലയായി നീ നിറയൂ അഞ്ജലി കൂപ്പി ഹൃദയമുയർത്തി കണ്ണുകൾ താഴ്ത്തി കാതുകൾ ചേർത്ത് തവ പാതെ ഞങ്ങൾ അണഞ്ഞിടുന്നു ആത്മാവിലങ്ങേക്കാരാധന അനുദിനമങ്ങേക്കാരാധന ആയിരമായിരം ആരാധന അനുദിനമങ്ങേക്കാരാധന ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നവനായ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിൽ ഇങ്ങനെ വാക്ക് തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുലിഖിതം. ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. ജെറമിയ 15-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, നീ തിരിച്ചു വന്നാൽ നിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. നീ തിരിച്ചു വന്നാൽ നിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. ദൈവമേ, ഒരുപാട് കാലങ്ങളായി പാളിപ്പോയ ജീവിതങ്ങൾ, ഒരുപാട് കാലങ്ങളായി ഛിന്നഭിന്നമായി കല്ലുമേ കല്ല് ശേഷിക്കാതെ ഇത് തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ, കർത്താവേ, ഉടഞ്ഞ പളുങ്കുപാത്രം പോലെ തകർന്നടിഞ്ഞ ആത്മീയ ജീവിതങ്ങൾ, യേശുവേ യേശുവേ, എത്ര ശ്രമിച്ചിട്ടും ഒന്ന് കരപ്പിടിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖല, പഠിക്കാൻ കഴിയാത്തതിൻ്റെ വേദനകൾ, സ്കൂളിലുള്ള ബുദ്ധിമുട്ടുകൾ, ദൈവമേ, കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും യുവതീവാക്കന്മാരുടെയും എല്ലാ വേദനകളും ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് എടുത്തുയർത്തുകയാണ്. എത്ര എത്ര അധ്വാനിച്ചിട്ടും ഒരു മേൽഗതിയും കിട്ടാതെ കണ്ണുനീരൊഴുക്കുന്നവർ, എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടാതെ ആത്മീയമായി മുരടിച്ചവർ, എത്ര നോക്കിയിട്ടും തിരിച്ചൊരു നന്ദി പോലും കിട്ടാതെ ജീവിതത്തിൽ എല്ലാവരിൽ നിന്നും തിക്താനുഭവം ഏറ്റുവാങ്ങിയ ജീവിതങ്ങൾ, എല്ലാവരുടെയും കണ്ണുനീര് ഈ പ്രഭാതത്തിൽ തിരുസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. ഇനി എന്തിനു ജീവിക്കണം? എല്ലാം മടുത്തു, ജീവിതത്തോട് തന്നെയുള്ള താല്പര്യം നഷ്ടപ്പെട്ട മക്കളെ ഇതാ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇപ്പോൾ അവിടുന്ന് കൈകൾ നീട്ടി സ്പർശിക്കണമേ. ഇപ്പോൾ അവിടുന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ. ദൈവീക അത്ഭുതങ്ങളുടെ നിമിഷങ്ങളായി മാറട്ടെ. കരങ്ങൾ ഉയർത്തി യേശു ക്രിസ്തുവിനെ വിളിക്കുന്നു. ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ തളം കെട്ടിക്കണ ദുഃഖങ്ങൾ വിട്ടുമാറി പോകട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആത്മാവിലങ്ങേക്കാരാധന അനുദിനമങ്ങേക്കാരാധന ആയിരമായിരം ആരാധന അനുദിനമങ്ങേക്കാരാധന. എൻ്റെ പേര് ബേബി റോബർട്ട്, സ്ഥലം പോത്തുവെച്ചി. എനിക്ക് 3 വർഷമായി വലത്ത് വശത്ത് എളി തുടങ്ങി ഉള്ളംകാൽ വരെ ഭയങ്കര വേദനയായിരുന്നു. എളി മുതൽ ഉള്ളംകാൽ വരെ വേദന. എനിക്ക് എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ ഒറ്റക്കാലിൽ നിന്ന് എവിടെയെങ്കിലും ചാരി വേണം നിൽക്കാൻ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ യേശുവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ കാലുവേദന മാറി തന്നെ യേശുവേ, അടുത്ത കൊല്ലം കൺവേർഷനിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന്. ഇത് എത്ര നാളായിട്ടുള്ള രോഗമായിരുന്നു? 3 വർഷമായി. 3 വർഷമായിട്ട് എളി തൊട്ട് ഇങ്ങനെ ഈ ഉള്ളംകാൽ വരെ ചുട്ടുപൊള്ളുന്ന വേദന.
അപ്പോൾ കഴിഞ്ഞ മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ കഴിഞ്ഞ വർഷം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്ന് കൂടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഈ മകൾക്ക് പരിശുദ്ധാത്മ ഒരു ബോധ്യം കൊടുത്തു, ഇപ്പം പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ സൗഖ്യപ്പെട്ടേക്കുമെന്ന്. ആ സമയം നഷ്ടപ്പെടുത്തുന്നില്ല, അപ്പം തന്നെ പ്രാർത്ഥിച്ചു. അതാണ് സഭാപ്രസംഗന്റെ പുസ്തകം 11:4. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. എപ്പോഴാണ് ആത്മാവ് പ്രേരിപ്പിക്കുക അപ്പോൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ആദ്യത്തെ ദിവസമല്ല, രണ്ടാം ദിവസം കാലം പ്രാർത്ഥിക്കുക. ചിലപ്പോൾ അവസാന ദിവസമായിരിക്കും അത്ഭുതം നടക്കുന്ന ദിവസം. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കും കൊയ്യുകയോ ഇല്ല. ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ ഉടനെ പ്രാർത്ഥിച്ചോളണം. ഈ മകളെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചു, വിശ്വാസം ജനിച്ചു, ഉടനെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്. അപ്പൊ എന്തായി? ഇപ്പോൾ എനിക്ക് 1 വർഷമായിട്ട് മരുന്നുമില്ല, വേദനയുമില്ല. യേശുവേ നന്ദി. യേശുവേ ജോലിക്കൊക്കെ പോവാം, വീട്ടിലെ ജോലി തന്നെ ചെയ്യും. ഒരു കുടം വെള്ളം പോലും പൊക്കാൻ പറ്റും, കുമ്പിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കുടം വെള്ളം പോലും ശരിക്കും പോക്കാൻ പറ്റില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ കാലൊരു സ്ഥലത്ത് തൂക്കി ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് ചാരി നിൽക്കുന്ന രീതിയായിരുന്നു. അതാണ് മാറി. ഇപ്പോൾ 1 വർഷമായിട്ട് വീട്ടിലൊക്കെ ജോലി ചെയ്യോ, വെള്ളമൊക്കെ എടുക്കോ, അടിച്ചുവാരൊക്കെ ചെയ്യോ? പ്രൈസ് ദി ലോർഡ്. വീട്ടിലെല്ലാ ജോലികളും, അടിച്ചുവാരല്, വെള്ളം കോരല്, എല്ലാ ജോലികളും ചെയ്യാൻ തക്കവണ്ണം ആരോഗ്യം കഴിഞ്ഞ മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ വെച്ച് യേശു ക്രിസ്തു ഈ മകൾക്ക് നൽകി അനുഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തിയടിച്ച് പവർ പവർ. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോസ്. ഞാൻ ഒളരിക്കയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ധ്യാനകേന്ദ്രത്തിൽ എല്ലാ മാസാദ്യവെള്ളിച്ചും വരുന്ന ഒരു സഹോദരനാണ്. ഞാൻ വരുമ്പോഴും ബ്രദർമാരോടും അച്ഛന്മാരോടും പറയും, എനിക്കൊരു മൈഗ്രെയിൻ തലവേദനയുണ്ട്, അതൊന്ന് കൈ തൊട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും. അങ്ങനെ ആ പ്രാർത്ഥനയിലൊന്നും എനിക്ക് സുഖപ്പെട്ടില്ല. 14-ാം തീയതി, ഡിസംബർ മാസം 14-ാം തീയതി ഇവിടെ താമസിച്ച് ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ സുനിസിസ്റ്റ് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ മകന്റെ തലവേദന തിരക്തത്താൽ കൈ വിശദീകരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്കിവിടെ കറണ്ട് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. ഈ 21 ശിരസിൽ കരണ്ട് അടിക്കുന്നത് പോലെ ഒരു അനുഭവം. യേശുവിന്റെ തിരുരക്തത്താൽ ഈ തലവേദന വിട്ടുപോകട്ടെ എന്ന് സുനിത പറഞ്ഞപ്പോ ശിരസിൽ കരണ്ട് അടിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. 12 മണി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഉറക്കൊളച്ചാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഇന്നിപ്പോ 1 മണി കഴിഞ്ഞിട്ടും കിടന്നിട്ടും എനിക്ക് ഒരു രോഗാവസ്ഥയോ രോഗത്തിന്റെ ഒരു ലക്ഷണമോ ഒന്നുമില്ല. ഇതുവരെ എനിക്ക് തലവേദന എന്ന ആ ശക്തി എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അത് എത്ര നാളായിട്ടുള്ള തലവേദനയായിരുന്നു? 21 വർഷം. 21 വർഷമായ മൈഗ്രെയിൻ തലവേദനയാണ്. അതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പല വ്യക്തികളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് അവസാന സിസ്റ്റർ സുനിത പ്രാർത്ഥിച്ചപ്പോ വിട്ടുപോയി. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ എന്ന് പറഞ്ഞാൽ, ദൈവം ഒരാളെ സുഖപ്പെടുത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്, ഒരു വ്യക്തി ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.